Study Studio. It's me, your Preeti Krishna. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് അലോട്ട്. ദെൻ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും കണ്ടു നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മുടെ ചാനലിൽ ആരി എംബ്രോയ്ഡറി ട്യൂട്ടോറിയൽ, ആരി വർക്ക് കാറ്റലോഗ്സ്, ആരി വർക്ക് ബ്ലൗസസ്, ചുരിദാർ, ഹിപ്പ് ബെൽറ്റ് ഇതുപോലുള്ള കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് കാണാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻസ് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരി വർക്ക് പഠിക്കുന്നവരോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോ ഓൾറെഡി പഠിച്ചവരോ ആയിരിക്കാം, ഇല്ലെങ്കിൽ ആരി വർക്ക് എന്താണെന്ന് കൂടെ അറിയാത്തവരോ ആയിരിക്കാം. എന്തായാലും നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഏതെങ്കിലും ഒരു തരത്തിൽ ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ഫസ്റ്റ് നമുക്ക് ആരി ബേസിക്സ് നോക്കാം. ബേസിക്സ് ഓഫ് ആരി എംബ്രോയ്ഡറി ഓരോ പോയിൻ്റായിട്ട് പറയാം. വാട്ട് ഈസ് ആരി എംബ്രോയ്ഡറി? ഫസ്റ്റ് പോയിൻ്റ്, എംബ്രോയ്ഡറി എന്നാൽ യൂഷ്വലായി ഒരു നീഡിൽ ആൻഡ് ത്രെഡ് യൂസ് ചെയ്ത് ഒരു ക്ലോത്ത് എത്രമാത്രം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ കഴിയുമോ അതാണ് എംബ്രോയ്ഡറി എന്ന് പറയുന്നത്. ഈ എംബ്രോയ്ഡറി രണ്ട് ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഹാൻഡ് എംബ്രോയ്ഡറി, സെക്കൻഡ് വൺ മെഷീൻ എംബ്രോയ്ഡറി. നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറിയാണ് പഠിക്കുന്നത്. സോ ഹാൻഡ് എംബ്രോയ്ഡറിയിൽ ഒരുപാട് ടൈപ്സ് ഉണ്ട്. അതിലൊന്നാണ് ആരി എംബ്രോയ്ഡറി. ഇതിന് എങ്ങനെയാണ് ആരി എംബ്രോയ്ഡറി എന്ന് പേര് വന്നത് വെച്ചാൽ, ഇതിന് യൂസ് ചെയ്യുന്ന നീഡിലിൻ്റെ പേരാണ് ആരി എന്നത്. ഈ നീഡിൽസ് സാധാരണ നീഡിൽ പോലെയല്ല, ഇതിന് അറ്റത്തായി ഹുക്ക് പോലെ വളഞ്ഞ് കാണാം. ഈ നീഡിൽ വെച്ച് എംബ്രോയ്ഡറി ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് ആരി എംബ്രോയ്ഡറി എന്ന് പേര് വന്നത്. ഈ ആരി എംബ്രോയ്ഡറി ചെയ്യാൻ നമുക്ക് രണ്ട് കൈയും യൂസ് ചെയ്യാറുണ്ട്. വലത് കൈയിൽ നീഡിൽ പിടിച്ച് ക്ലോത്തിൽ പഞ്ച് ചെയ്ത് ക്ലോത്തിൻ്റെ അടിഭാഗത്ത് ഇടത് കൈയിൽ നൂല് പിടിച്ച് ആ നൂല് നീഡിലിൻ്റെ ഹുക്കിൽ വെച്ച് മുകളിലേക്ക് എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കൈയും യൂസ് ചെയ്താലേ ആരി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആരി എംബ്രോയ്ഡറിൻ്റെ ട്യൂട്ടോറിയൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാകും. ഇനി പോയിൻറ്റ് 2, ഹിസ്റ്ററി ഓഫ് ആരി എംബ്രോയ്ഡറി. 12th സെഞ്ച്വറിയിലാണ് ആരി എംബ്രോയ്ഡറി സ്റ്റാർട്ട് ചെയ്തത്. വെസ്റ്റേൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആയ ഗുജറാത്തിൽ ലെതർ തൊഴിലാളികളായിരുന്നു ആദ്യമായി ആരി വർക്ക് ഡെവലപ്പ് ചെയ്തത്, അതായത് ചെരുപ്പ് കുത്തികൾ. നിങ്ങൾ എപ്പോഴെങ്കിലും പുറത്ത് പോകുമ്പോൾ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നീഡിൽ പഞ്ച് ചെയ്തിട്ട് ചെരുപ്പിൻ്റെ അടിയിൽ നിന്ന് നൂലെടുത്താണ് അവർ സ്റ്റിച്ച് ചെയ്യാറ്. ഈ ലെതർ വർക്കേഴ്സ് എത്ര അവരുടെ വർക്ക് ഡെവലപ്പ് ചെയ്യാൻ നോക്കിയാലും ഒരു സ്റ്റേജ് വിട്ട് അവർക്കത് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുഗൾ എംപയേഴ്സ് വന്നത്. ഇവരുടെ കലയെക്കുറിച്ച് പറയേണ്ടതില്ല. ആ കല അവർ ഡ്രസ്സസിലും കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിനായി അവർ യൂസ് ചെയ്തത് ആരി എംബ്രോയ്ഡറി ആണ്. ഇവരുടെ ഡ്രസ്സ് പ്യുവർ കോട്ടൺ അല്ലെങ്കിൽ പ്യുവർ സിൽക്ക് മെറ്റീരിയൽസിൽ സിൽവർ അല്ലെങ്കിൽ ഗോൾഡൻ ത്രെഡ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആയിരുന്നു. അതായത് പ്രീഷ്യൻ സ്റ്റോൺസായ എമറൈഡ്, പേൾ, റൂബി സ്റ്റോൺസൊക്കെ വെച്ച് അവരുടെ ഡ്രസ്സസ് ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. ഈ മുഗൾ എംപയേഴ്സ് സ്വന്തം ഡ്രസ്സ് മാത്രം ഡിസൈൻ ചെയ്യാതെ അവരുടെ ആരി വർക്കേഴ്സിനെ വെച്ച് ഇന്ത്യ മുഴുവൻ ആരി ഡിസൈൻ സ്പ്രെഡ് ചെയ്യാൻ തീരുമാനിച്ചു. മുഗൾ എംപയേഴ്സ് എൻകറേജ് ചെയ്ത് ആരി വർക്കേഴ്സും അവരുടെ ഡിസൈൻ ഇന്ത്യ ഫുള്ളും സ്പ്രെഡ് ചെയ്യാൻ തീരുമാനിക്കുകയുണ്ടായി. ഇതൊരു ബിസിനസ്സായി കാണാതെ ആ പീരീഡിൽ അവരതൊരു ആർട്ടായിട്ടായിരുന്നു കണ്ടിരുന്നത്. കുറച്ച് നാളുകൾക്ക് ശേഷം ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഡൽഹി ഇതിനടുത്തുള്ള കുറച്ച് ഏരിയയിലും ആരി വർക്ക് ഫേമസ് ആകാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ഗോൾഡും സിൽവറും റേറ്റ് കൂടുകയും ആരി വർക്കേഴ്സിന് റിയൽ ആയിട്ടുള്ള ഗോൾഡും സിൽവറൊക്കെ യൂസ് ചെയ്ത് ഡ്രസ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായി. അത് കാരണം റിയൽ ഗോൾഡ് ആൻഡ് സിൽവറിന് ആൾട്ടർനേറ്റീവായ എന്ത് യൂസ് ചെയ്യാമെന്ന് ആലോചിക്കുകയും സിന്തറ്റിക് ത്രെഡ് അതുപോലെ തന്നെ കോപ്പർ വയേഴ്സ് ഇത് രണ്ടും പോളിഷ് ചെയ്ത് ക്ലോത്തിൽ ഡിസൈൻ ചെയ്യാമെന്ന് ഐഡിയ കൊണ്ടുവന്നു. ഇതുവഴി അവരുടെ വർക്ക് നന്നായി മുന്നോട്ട് പോയി. അവർ ആഗ്രഹിച്ച പോലെ അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഇന്ത്യ ഫുള്ളും ആരി വർക്ക് സ്പ്രെഡ് ആകണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. ഇപ്പം നമ്മുടെ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ തന്നെ മാരേജ്, ഏതെങ്കിലും ഫങ്ഷനൊക്കെ വന്നാൽ സാരി ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ അതിലെല്ലാം ആരി വർക്ക് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ രീതിയിൽ ആരി വർക്ക് പ്രശസ്തമായതിന് കാരണം മുഗൾ എംപയേഴ്സാണ്. ഇനി പോയിൻറ്റ് 3, സ്റ്റേജസ് ഓഫ് ആരി എംബ്രോയ്ഡറി. ഇതിന് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ ട്രഡീഷണൽ സ്റ്റേജും സെക്കൻഡ് വൺ മോഡേൺ സ്റ്റേജും.
ട്രഡീഷണൽ സ്റ്റേജിൽ ആദ്യകാലത്ത് മുഗൾ എംപയേഴ്സ് ആര്യ വർക്ക് സ്പ്രെഡ് ചെയ്തപ്പോൾ മുതൽ ട്രഡീഷണലായി അവരുടെ ഡ്രസ്സസിൽ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ബ്ലൗസ്, കുർത്തി, സാരി, ലെഹങ്ക ഇതുപോലെയായിരുന്നു ട്രഡീഷണലായി വർക്ക് ചെയ്തത്. അതിൽ നിന്ന് ഡെവലപ്പായാണ് മോഡേൺ സ്റ്റേജ് വന്നത്. മോഡേൺ സ്റ്റേജിൽ ഒരുപാട് ക്രിയേറ്റീവ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് വരികയും അവരുടെ ക്രിയേറ്റീവ്സ് അനുസരിച്ച് ഡേ ബൈ ഡേ പുതിയ പുതിയ ഇന്നോവേറ്റീവ് തീംസ് കൊണ്ടുവരാൻ തുടങ്ങി. ഇപ്പോൾ ഒരുപാട് പേര് ആരി വർക്ക് ജ്വല്ലറി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബ്ലൗസ്, സാരി, ചുരിദാർ മാത്രം ചെയ്യാതെ അവർ ഹിപ്പ് ബെൽറ്റ്, ചുട്ടി, ബാംഗിൾസ് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ തുടങ്ങി. പോയിൻ്റ് 4 എന്ന് പറയുന്നത് സ്കോപ്പ് ഫോർ ആരി വർക്ക് ബിസിനസ്. ഇപ്പോൾ ഒരുപാട് പേര് ആരി വർക്ക്ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് ബൊട്ടിക്ക് പോലെയൊക്കെ. ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് ടൈമിൽ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്താൽ റണ്ണാകുമോ എന്ന് ഒരുപാട് പേർക്ക് മൈൻഡിൽ ഡൗട്ടുണ്ട്. ഈ ഡൗട്ടിന് ഒരു ആൻസറേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ വർക്ക് ഏത് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നതിലാണ്. പെർഫെക്ഷനാണ് ഇവിടെ മെയിൻ. ഒരു സ്ഥലത്ത് ഒരു 5000 കൊടുക്കുന്ന ബ്ലൗസ് മറ്റൊരു സ്ഥലത്ത് അതേ ഡിസൈൻ ഒരു 8000 കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ പെർഫെക്ഷനാണ് ഇമ്പോർട്ടൻറ്റ്. പെർഫെക്റ്റ് എത്രമാത്രം ഉണ്ടോ ആ രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് കസ്റ്റമേഴ്സും കൂടും. അതുകൊണ്ട് തന്നെ ആര്യ ബിസിനസ് ഒരിക്കലും ഒരു ഡൾ ബിസിനസ് ആകുന്നില്ല. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ഹാർഡ് വർക്ക്, പേഷ്യൻസ്, ബേസിക് നോളജ് എത്രത്തോളം ഉണ്ടോ അത്രയും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ റൺ ചെയ്യാൻ പറ്റും. ഈ വർക്കിൽ കംപ്ലീറ്റ് ഒരു നോളജ് ഗെയിൻ ചെയ്യുകയും ക്രിയേറ്റിവിറ്റിയുടെ പെർഫെക്ഷനും അതുപോലെ തന്നെ എലഗൻ്റായിട്ട് വർക്ക് ചെയ്ത് കൊടുത്താൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ സക്സസ് ആകാം. പോയിൻ്റ് 6 ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ആരി എംബ്രോയ്ഡറി. ഇപ്പോൾ നിങ്ങൾ ആരി വർക്ക് പഠിക്കണമെങ്കിൽ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര മെറ്റീരിയൽസ് വേണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. തീർച്ചയായും ആരി വർക്ക് പഠിക്കാൻ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ വേണം. ഇതുപോലെ എല്ലാവർക്കും ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ വേറെ ആയിരിക്കും. ആ ഇൻവെസ്റ്റ്മെൻറ്റാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് എത്രമാത്രം നിങ്ങളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുവോ അത്രയും നിങ്ങൾക്ക് ആരി വർക്കിൽ നിന്നും ബെനിഫിറ്റ് നേടിയെടുക്കാം. തീർച്ചയായും ഈ ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കാര്യമാണോ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നത് അതാണ് നമ്മുടെ ടാലൻ്റ് എന്ന് മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ ആരി വർക്കും പെർഫെക്റ്റായിട്ട് ലേൺ ചെയ്തോളൂ. നമ്മുടെ ചാനലിൽ ആരി വർക്ക് ബേസിക് സ്റ്റിച്ചസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ട്യൂട്ടോറിയൽസും മുടങ്ങാതെ കാണണം. മാക്സിമം ഡെയിലി ഒരു വീഡിയോ എങ്കിലും ഇടാൻ ട്രൈ ചെയ്യാം. വീഡിയോസ് എല്ലാം കണ്ട് കറക്റ്റായി പ്രാക്ടീസ് ചെയ്തു പോവുക. തീർച്ചയായും നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ആരി വർക്കർ ആകാൻ പറ്റും. നിങ്ങളുടെ സ്വന്തം ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യുന്ന അളവിൽ നിങ്ങളും ആകാൻ കഴിയട്ടെ. സോ കീപ് പ്രാക്ടീസിങ് ആൻഡ് തിങ്ക് ഡിഫറെൻ്റ്ലി. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. ബൈ.